ആഹാ, എല്ലാരും കൂടെ പൂച്ചയെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. പോയിട്ടേപ്പാ. ഇതുപോലെ തന്നെ മക്കളെ, പണ്ടേ ചിറ്റപ്പ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ നിന്ന് വരായിരുന്നേ, വഴിയിൽ ഒരു ഉഗ്രം പൂച്ച, എന്തൊരു ഭംഗിയെന്നറിയാമോ. ചിറ്റപ്പ ഒന്നും നോക്കില്ല, പതുക്കെ എങ്ങനെ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് ആ പൂച്ച വളർത്തിയാ? പേരെന്തായിരുന്നു പൂച്ചയുടെ? എൻ്റെ പൊന്നു മോളെ, പേരിടാണ്ട സമയമൊന്നും കിട്ടിയില്ല. ഇതെങ്ങനെ അച്ഛ അറിഞ്ഞു. അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതെവിടെ നിന്ന് എടുത്തല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ വഴിയിൽ നിന്ന് കിട്ടണം, കൊണ്ടുപോയി അവിടെ കൊണ്ടുവിടും, എവിടെ നിന്ന് എടുത്തോ അവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു. ഓ, അപ്പൊ പിന്നെ പാർ ചെയ്തവർ ഒളിപ്പിച്ച് താമസിപ്പിച്ച് കാണുമല്ലേ പൂച്ചെ? അതിനുള്ള ധൈര്യമൊന്നും ചിറ്റപ്പനില്ല മക്കളെ. അങ്ങനെ എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ ഞാനും പൂച്ചയും കൂടെ വെളിയിലായേനെ. അതുകൊണ്ട് പതുക്കെ എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ കൊണ്ടുവിട്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി. നമുക്ക് നമ്മളെ കാര്യം നോക്കട്ടെ. അയ്യേ, സ്നേഹമില്ലാത്ത ചിറ്റപ്പൻ. അയ്യോ, പൂച്ചയും പട്ടിയൊക്കെ സ്നേഹിച്ചോണ്ടിരുന്നല്ലേ എന്നെ അടിച്ച് വെളി ഇറക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അപ്പം എന്ത് ചെയ്യണം? നൈസിൽ നമ്മളെ കാര്യം നോക്കി നമ്മൾ മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ച് പോകണം. അത് പിന്നെ അല്ലെങ്കിലും ചിറ്റപ്പൻ പണ്ട് പോലെ സ്വന്തം കാര്യം മാത്രമല്ലേ നോക്കൂ. അന്നേരം അങ്ങനെ ഒരു വർത്താനം. ചെറുക്ക, നിന്റെ അച്ഛൻ വായി തോന്നിയൊക്കെ വിളിച്ച് പറയാൻ കേട്ടിട്ട് നീ എൻ്റെ അടുത്ത് ആ ഡയലോഗ് അടിക്കാൻ നിൽക്കല്ലേ. ഞാൻ വരട്ടിയൊന്നുമില്ല. നീ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേർ ഇപ്പം എന്നെ ഒരു ദുഷ്ടനെ പോലെയാണ് കാണുന്നത്. ദുഷ്ടനെ പോലെ? അപ്പം ദുഷ്ടനല്ലേ? ദുഷ്ടനാ? ഞാൻ എപ്പോഴാ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചിട്ടുള്ളത്? നീ അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ, അല്ലാതെ നീ ജീവിച്ചിട്ടില്ല. പഴയ കാര്യങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിനക്ക് അല്ലെങ്കിലും പഴയ കാര്യം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ, കഥയായിട്ട്. എനിക്ക് ചേട്ടനാണ് കൂടുതൽ തന്നത്, നിനക്ക് കുറവ് തന്നു, ഇങ്ങനെയുള്ള കഥകളല്ലേ നിനക്ക് പറയാനുള്ളത്. അതുള്ളതിനാ സത്യം തന്നെ ഞാൻ പറഞ്ഞത്. നിന്റെ അടുത്ത് തർക്കിക്കാൻ ഞാൻ ഇല്ലടേ. തർക്കിച്ചാൽ നീ ദയനീയമായിട്ട് പരാജയപ്പെടും. അത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തർക്കിക്കാൻ വരാതിരിക്കണം നിനക്ക് നല്ലത്. വേണോടാ, എനിക്കിത് വേണം. വല്ലപ്പോഴും അണ്ണനെയും പിള്ളേരെയൊക്കെ കാണാൻ വേണ്ടി ഇവിടെ പറഞ്ഞാൽ എനിക്ക് ഇത് തന്നെ കിട്ടണം. ചിറ്റപ്പ, അച്ഛൻ്റെ ഓരോ സങ്കടത്തിന് ഓരോന്ന് പറഞ്ഞൊന്നും വെച്ചോണ്ട് ചിറ്റപ്പ എന്തിരിക്കുന്നു തുടങ്ങുന്നത്? പറയട്ടെ, അല്ലെങ്കിൽ അച്ഛനെന്ത് സങ്കടം? അച്ഛനൊരു സങ്കടമില്ല. അത് പറയുമ്പോ തന്നെ അച്ഛൻ്റെ ഒച്ചയിടുന്നുണ്ടല്ലോ അച്ഛാ. എൻ്റെ മക്കളെ, എൻ്റെ കുടുംബക്കാർ എൻ്റെ അടുത്ത് ഒരുപാട് നീതികേട് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം വരും, ചിലപ്പോൾ തൊണ്ട ഇടറും. ഞാൻ ഇങ്ങോട്ടൊന്ന് ശരിയാണ്. ഞാൻ പോയിട്ട് കുറച്ച് പാവച്ചൻ കേട്ടാ എന്തിനാ ചിറ്റപ്പ ഉള്ള കാര്യം ഉണ്ടായിരുന്നു വെറുതെ അച്ഛനെ ഇപ്പൊ വിഷമിപ്പിക്കാൻ. നീ എന്താ പറയണത്? ഞാൻ എന്താ ചെയ്തത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞപ്പോ? ഇത്രയും പറഞ്ഞാ പോരെ? ഓരോന്ന് പറഞ്ഞ അച്ഛനോട് സങ്കടപ്പെടുത്താൻ. നിന്റെ അച്ഛൻ നല്ല ഒന്നാന്തരം നടനാണ്, അവ അഭിനയിച്ചിട്ട് പോയാണ്, കണ്ടില്ലേ? നമ്മുടെ അച്ഛൻ അഭിനയിച്ചാണോ അല്ലേ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം കേട്ടാ. ചുമ്മാ ഓരോന്ന് പറയില്ല ചിറ്റപ്പ. ഇതെന്തൊരു കൂത്ത്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അവന്. അയ്യോ, എന്ത് ചേച്ചി? എന്ത് പാലിച്ചോണ്ട് മാവിൻചോട്ടി പോയിരിക്കും? അത് അച്ഛന് ഭയങ്കര സങ്കടമായിട്ടെ മനസ്സ് കലങ്ങി പോയിരിക്കുന്നതെന്നാ പറഞ്ഞു. സങ്കടമായിട്ട് മാവിൻചോട്ടി പോയിരിക്കുന്നത്? മൂന്നാളെ പോയിരിക്കാൻ പറ്റാത്തോണ്ട്. എന്തിനാ ചോദ്യം ചേച്ചി ഇത്? അവിടെ കാണാൻ പോയിരുന്ന ആ മാവിന്റെ ചില്ല എങ്ങാനും തല വേണ്ടു ബാലോചിച്ചിരുന്നാലും പറ്റിയ കരുനാക്കോളച്ച് മിണ്ടാണ്ടിരുന്നേ. ചുമ്മാ അച്ഛന് ഭയങ്കര വിഷമം. അച്ഛൻ കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, അച്ഛൻ്റെ വിഷമമൊക്കെ മാറിട്ട്. എടി, അവിടെ ഒറ്റയ്ക്ക് പോയിരുന്ന വിഷമം കൂടത്തേ ഉള്ളൂ. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യണം, അപ്പോഴേ വിഷമം കുറയത്തുള്ളൂ. അച്ഛൻ്റെ വിഷമം ഷെയർ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അച്ഛൻ്റെ ചെറുതലോ മുതലുള്ളോ തുടങ്ങും. പിന്നെ നാളെ വെളുപ്പാങ്കാലം ആയാലും തീരത്തില്ല. എടാ, വെളുപ്പാങ്കാലം വരെ കേൾക്കണോടാ, സ്വന്തം അച്ഛൻ തന്നെയല്ലേ. ഇങ്ങോട്ട് വന്നേ. യേശുവേ, എല്ലാത്തിനെയും വിളിച്ചിട്ട് പോടേ. കുറച്ചേരം ഞാൻ മനസ്സാവനത്തിൽ ഇരുന്നോട്ട്. അച്ഛാ, ഞാൻ ചേച്ചി രാവിലെ 68 പറഞ്ഞാണ് അച്ഛൻ സ്വസ്ഥമായിട്ടിരുന്നോട്ട് നമുക്ക് പോകണ്ടെന്ന്. അപ്പോഴല്ലേ ചേച്ചിയല്ലേ പറഞ്ഞ വാ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത്. അച്ഛൻ സമാധാനമായിട്ടിരുന്നു അച്ഛൻ, ഞങ്ങൾ പൊക്കോളാം. ചേച്ചി വന്നേ, ബാധിയ ചേച്ചി, നമുക്ക് വല്ല മണ്ണപ്പം ചുട്ട് കളിക്കാം. അതെ, മണ്ണപ്പം ചുട്ട് കളിക്കാനല്ല ഞാൻ ഈ വീട്ടിലോട്ട് വലതുകാലം വെച്ച് കയറിയത്. ഈ വീട്ടിലെ പ്രശ്നമൊക്കെ മനസ്സിലാക്കി അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. ഇവിടെ ചേച്ചി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലാതെ വേറൊരു പ്രശ്നം ഇപ്പൊ നിലവിലില്ല. ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ ബാലിച്ചൻ ഇവിടെ വിഷമിച്ച് വന്നിരിക്കുന്നത്? നിങ്ങൾ നിർത്തടേ. എടാ, എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ എൻ്റേത് മാത്രമാണ്. അത് ഞാൻ ഉള്ളിലൊതുക്കി ജീവിച്ചാൽ പോരെ. നിങ്ങളെന്തിനാ അറിയണേ? നിങ്ങൾ ഇവിടെ കിടന്ന് എന്തിനാണ് നിങ്ങൾ അടിവിടുന്നത്? ഇപ്പൊ ബാലച്ചൻ ദേഷ്യപ്പെടാതെ സമാധാനത്തിൽ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതുപോലെ ബാലച്ചന്റെ വിഷമമൊക്കെ നമ്മളോട് പറ. ഈ വിഷമം പറയണം ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കണം. അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. നിങ്ങളിപ്പോൾ ചോദിച്ചോണ്ട് ഞാൻ പറയാം. എൻ്റെ കുട്ടിക്കാലം, അതിൽ 10-14 വയസ്സ് എനിക്ക് ഉള്ളപ്പോഴേ ഈ സുരേന്ദ്രൻ അണ്ണന് ഒരു സൈഡ്, ഞാൻ ഒരു സൈഡ്. എന്ത് പ്രശ്നം വന്നാൽ അച്ഛൻ എൻ്റെ അടുത്ത് ഞാൻ എത്ര വിഷമത്തിൽ
അച്ഛന്റെ പെങ്ങള്. ബാലുച്ചന്റെ പെങ്ങളുണ്ടോ? നമ്മുടെ ശങ്കരപ്പൂപ്പിന്റെ മോളെന്ന്. കേശു, ശിവ, പാറുക്കുട്ടി, ചേട്ടാ. ചേട്ടായി ചേട്ടനോ ചേട്ടായി ചേട്ടനെ കണ്ട ഇപ്പോഴാണ് പറഞ്ഞത്. ചേട്ടൻ്റെ മക്കളൊക്കെ ഇവിടെ ജീവിച്ചിട്ട് പെടുന്ന വല്ല തോന്നലുണ്ടാ? എവിടെയായിരുന്നു? ചേട്ടാ, ചേട്ടൻ എന്റെ അവസ്ഥയൊക്കെ അറിയാലോ ചേട്ടാ. രമേ, നിന്റെ അവസ്ഥ എനിക്കറിയാം. എനിക്കും നിനക്കും ഒരേ ദുഃഖമാണ്. കഷ്ടകാലത്ത് നിന്നെ ജയന്ത കെട്ടിക്കൊണ്ടുപോയി, അതുപോലെ തന്നെ കഷ്ടകാലത്തിന് എന്നെ നീലുവും കെട്ടിക്കൊണ്ടുപോയി. ഞാൻ നീലുവിനെ കെട്ടി. ഞാൻ തീയ, എനിക്കറിയാം. അച്ഛൻ മടവെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറ്റമാണോ? അയ്യോ അല്ല. ഈ സുരേന്ദ്രൻ എന്ത് ചെയ്യുന്നറിയാമോ? ഓരോ കാര്യം കൊറേ വിശേഷം പറയാനുണ്ട്. ഇങ്ങ് വന്നേ. അല്ല, ചേട്ടൻ എന്തോ പറയുന്നു. സുരേന്ദ്രൻ ഓരോ ചാന്ന് കാര്യമാക്കണ്ട. കാര്യം അച്ഛൻ പിന്നെ അവിടെ നിന്ന് പറഞ്ഞു. അണ്ണൻ കൂട്ടി കഴിയുമ്പോഴേ അച്ഛൻ ബാലിച്ച മാവൻ ചോട്ടിരുന്ന് സമാധാനമായിട്ട് വിഷമമൊക്കെ തീർക്ക്. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് വരാം. ഇപ്പൊ വരാവേ. അച്ഛൻ്റെ കാര്യം എന്നറിയാമോ? ചേച്ചി ആ, വരുന്നു. വെറുതെ എന്നെ പഴയ കാര്യങ്ങളും ഓർമ്മിപ്പിച്ച് വിഷമവും പറഞ്ഞപ്പോൾ ഇതാവുകയാണ്. ആരെയൊക്കെ ബാലു, ബാലു, ആ രാമേണനാ വേണ ഇരിക്കി. അല്ല ബാലു ഇവിടെ. അവൻ്റെ കാര്യം നിന്റെ അടുത്ത് ചോദിക്കല്ലേ. നിങ്ങളുടെ ഏട്ടനല്ലെന്ന് പിന്നെ നിങ്ങളുടെ തലയുടെ ആരോട് ചോദിക്കണ്? ഞങ്ങൾ ചേട്ടനും അനിയനാണെന്നുള്ള വിചാരം എനിക്ക് മാത്രം തോന്നിയാൽ മതിയാ? അവനും കൂടെ വേണ്ടേ? നിങ്ങൾ തമ്മിൽ എന്ത് അടിപൊളിയായ? അയ്യേ അണ്ണ എന്തിനു പറയണത്? അടിപിടിക്കാൻ നമ്മൾ കൊച്ചു പിള്ളേരാ? അങ്ങനെയൊന്നുമില്ല. അയ്യോ, കൊച്ചു പിള്ളേരായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുതേ. ഞങ്ങളൊക്കെ നിങ്ങളെക്കാളും ഭേദമാണ്. അല്ല ബാലു ഇവിടെ. അത് ചിറ്റപ്പന്റെ കുത്തുമൊക്കെ ഇട്ട് സഹിക്കാൻ പോയി അച്ചിറങ്ങി പോയി. ഷേ, നിങ്ങൾ ഇറക്കി വിട്ടോ ബാലുവിനെ? അയ്യേ ഞാൻ ഇറക്കിയിട്ടൊന്നുമല്ല. അവ എവിടെ ഇറങ്ങി പോയത്? എന്നാലും സ്വന്തം ഏട്ടനെ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന മഹാമോശമാണ് കേട്ടോ. അത് മാത്രോ, അച്ഛൻ ഒരു വിധത്തിൽ ഞങ്ങളുടെ അടുത്ത് ഓപ്പണപ്പായി വരുമായിരുന്നു. ആ സമയത്ത് കറക്റ്റായിട്ട് രമാൻഡ് കയറി വരികയും ചെയ്തു. അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ്റെ വിഷമമൊന്നും പറയാനും പറ്റിയില്ല. അല്ല, ആര് വന്നെന്ന് പറഞ്ഞു? രമ രമ വേണ്ട വരണം. അപ്പൊ എത്തിയ ആ, ഞാൻ ബാലുവിനെ കാണാൻ വന്നാണ്. അപ്പോഴറിഞ്ഞു ബാലു എന്തോ പടങ്ങി ഇറങ്ങിപ്പോയി, ആരോ വന്നു എന്നൊക്കെ. ഇവിടെ വന്നത് ഞാനാ. പിന്നെ ബാലിച്ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. എപ്പോ ഇറങ്ങിപ്പോയി? എത്ര നേരം ഒന്നും വെച്ചോണ്ട രമേന്റെ ഒരാൾ ആ മാവിന്റെ ഒട്ടി തന്നെ ഇരിക്കുന്നേ. വെയില് കൂടിയപ്പോ അച്ഛൻ അങ്ങോട്ടെല്ലാം പോയി കാണും. അതെ, നിങ്ങളെല്ലാവരോടായിട്ട് ഒരു കാര്യം പറയണം. ബാലുവിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം. ഒരു പ്രത്യേക വയസ്സ് കഴിയുമ്പോൾ നമ്മളാരും ശ്രദ്ധിക്കില്ല എന്നൊരു തോന്നലൊക്കെ വരും. അതൊരു മാനസിക പ്രശ്നമായിട്ട് മാറും. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത് താങ്ങാൻ പറ്റില്ല എന്ന്. പപ്പ പറഞ്ഞ നേരാ. നമ്മൾ രമേന്റെ കണ്ട സന്തോഷത്തിലേ ബാലുച്ചിന്റെ കാര്യം വിട്ടുപോയി. അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അവ എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് കിടപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കയറിപ്പോരും. ചിറ്റപ്പോ, ചിറ്റപ്പന്റെ ഈ പരിഹാസം നിറഞ്ഞുള്ള സംസാരം ആദ്യം നിർത്തൂ. അത് കറക്റ്റ്. പരിഹാസമാണ് ഒരാളെ ഏറ്റവും അധികം തകർക്കുന്നത്. നമ്മൾ പരിഹസിക്കരുത്, താങ്ങാൻ പറ്റൂല. അപ്പോൾ രാമായണ ഈ ബിസിനസ്സൊക്കെ നിർത്തിയിട്ട് മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങിയ? പപ്പ പണ്ടോട്ടേ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട്. ആണാ? അപ്പോൾ ആണ് ഒരു കാര്യം ചെയ്യും. എൻ്റെ അണ്ണനെ എങ്ങനെയെങ്കിലും മോട്ടിവേറ്റ് ചെയ്ത് ഒന്ന് നന്നാക്കാൻ നോക്ക്. ആ ബെസ്റ്റ്. നീലു ചേച്ചി ഇത്രയും വർഷമായിട്ട് നോക്കിയിട്ട് നടന്നിട്ടില്ല. പിന്നെയാണ് ദിയയുടെ അച്ഛൻ പറയുന്നത് കേൾക്കാൻ പോകുന്നത്. ആ അതും ശരിയാണ്. അല്ല, ഒരു കാര്യം ചെയ്യാം. ഞാൻ ബാലുവിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും കഴിച്ചോണ്ടൊക്കെ ഇരിക്കുക. ഇത് വെള്ളം എടുത്തു. ആ ദിയയുടെ അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. പിന്നെ അല്ലാതെ ഇതാ പറഞ്ഞല്ലോ, എടുത്തോളൂ. ഞാൻ അവിടെ തന്നെ ഉണ്ട്. ശരി മതി. അങ്ങനെ അങ്ങോട്ടിരിക്കുക. അങ്ങോട്ട് വാ. ഇരിപ്പുറക്കില്ല അല്ലേ? ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്. നിങ്ങൾ ഇപ്പോഴും എന്നെ ഒരു അന്യനായിട്ടേ കാണുന്നില്ലേ? എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നിങ്ങൾ അവിടെ വരുന്നുണ്ട്? എന്തൊക്കെ ചീള് കാര്യങ്ങൾ. എന്നിട്ട് ഇത്രയും സീരിയസ് ആയിട്ട് മനസ്സിന് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടാകുമ്പോൾ എന്നോട് പറഞ്ഞില്ല അല്ലേ? നിങ്ങൾക്ക് ഷെയർ ചെയ്തൂടെ? കരയാണോ? പൊടി. ഓക്കെ. നിങ്ങൾ രാംകുമാറിന് പറഞ്ഞു കൊടുത്താ ഞാൻ വിഷമിച്ചിരിക്കുകയാണ്, എൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താ? ബാലുച്ച, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അറിയണ്ടേ? അവസാനം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് ഇവരൊക്കെ പരാതി പറയില്ല, ഒന്നും പറഞ്ഞില്ല എന്ന്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ എക്സ്ട്രീം ആണോ പറയുന്നത്? ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ബാലുവിൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ബാല്യകാലമായിട്ട് ഒരു ഇണങ്ങി പടങ്ങി കിടക്കുന്ന സാധനമാണ് അല്ലേ? വീണ്ടും എക്സാക്ട്ലി. അപ്പോൾ നിങ്ങൾ മനസ്സ് തുറന്നു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ട് കണക്കാക്കിയിട്ട് പറ വാലു. രാംകുമാറെ, സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിഷമങ്ങൾ, എൻ്റെ മനസ്സിലുള്ള വ്യഥകൾ തുറന്നു പറയാൻ വേണ്ടി ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. രാംകുമാർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാനുണ്ടല്ലോ, തുറന്നു പറ. രാംകുമാർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ
ഗ്രാമത്തിൽ ഏക്കർ കണക്കിന് സ്ഥലവും വലിയ ബംഗ്ലാവ് പോലത്തെ വീടുള്ള ഞാൻ എന്തിനാണ് സിറ്റിയിൽ വന്ന് വാടക വിട്ട് താമസിക്കുന്നത് നമുക്ക് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. ഞാൻ പിന്നെ വിചാരിച്ചു ബാലു ഈ സിറ്റി ലൈഫിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് വന്നാണെന്ന്. സിറ്റി ലൈഫിനോട് ഇഷ്ടമുള്ളതല്ല, ഇഷ്ടപ്പെട്ടിട്ടല്ല. ഞാൻ തനി ഗ്രാമീണനാണ്, നാട്ടുപുറത്തുകാരനാണ്. തനി പച്ചയായ മനുഷ്യൻ. കറക്റ്റ് രാഘുമാറേ, നാട്ടിൻപുറത്തിൻ്റെ വിശുദ്ധിയും നന്മയും കൊന്നപ്പൂവിൻ്റെ നറുമല്യമുള്ള ഒരു പച്ചയായ മനുഷ്യൻ. ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, വ്യതകളുണ്ട്. അതൊക്കെ എനിക്ക് ആരോടത്തിന് ഇറക്കി വയ്ക്കണം. പക്ഷെ അത് ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് വെച്ചാൽ രാംകും. വിഷമം പറഞ്ഞു രൂമ്പക്കളായി. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആദ്യം മാവിൻ്റെ വീട്ടിൽ, പിന്നെ ഇവിടെ. രമാൻഡി ഒന്ന് കരച്ചിൽ നിർത്താൻഡി. ഞാൻ നിർത്തൂല. രമാൻഡി ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്തോ ഒന്ന് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കരയില്ലേ? നിങ്ങൾ ഇവിടെ നിൽക്കണടാ, ഞാൻ അവിടെ എന്തൊക്കെ എൻ്റെ കാര്യം പറഞ്ഞാൽ കേൾക്കാൻ കൊടുത്തിട്ടില്ലേ? അല്ല അത് പിന്നെ അച്ഛൻ സങ്കടം പറയുന്നതിനിടയ്ക്ക് ഇവിടെ രമാനിയുടെ കരച്ചിലിട്ട് അങ്ങനെ ഞങ്ങൾ കയറി വന്നേ. അതോ എന്തിനു കയറണ? ഞാൻ എന്റെ സങ്കടങ്ങളൊക്കെ നിങ്ങളോട് പൊട്ടിക്കരഞ്ഞ് പറയാന്ന് വിചാരിച്ചപ്പോ നിങ്ങൾ ആരും സമ്മതിക്കുന്നില്ല. നിനക്ക് ഇതുമാത്രം സങ്കടം ഇവിടുന്ന്? എനിക്കാണോ സങ്കടത്തിന് കുറവ്? അച്ഛാ, രമാൻഡി നമ്മുടെ കുടുംബത്തിലെ ആസ്ഥാന ദുഃഖപുത്ര എന്നുള്ള കാര്യം അച്ഛൻ മറന്നാ? ഞാൻ ഇങ്ങനെ കളിച്ചിരിച്ച് നടക്കുന്നതേ ഉള്ളൂ. ആര് കളിച്ചിരിച്ചിറക്കണമെന്ന് ഇന്നേവരെ രമാൻഡി കളിച്ചിരിച്ചിറക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം എന്ത് പറ്റി ദുഃഖമൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഷേ, ഇത്രയും വിഷമങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണോ മിസ് രമ? എന്തുണ്ടെങ്കിലും തുറന്നു പറയും മിസ് രമ. അല്ലെങ്കിലേ മിസ്സല്ല, മിസ്സിസ് ആണ്. മിസ്സിസ് രമ ജയന്തൻ. അയ്യോ ഐ എം സോറി മിസ്സസ് രമ, തുറന്നു പറയൂ. എൻ്റെ വിഷമം കേട്ടോണ്ടെന്നപ്പോഴാണ് എല്ലാം കൂടെ ഞോട്ടോ. അല്ല, രമൻ എങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ അറിയട്ടെ എന്താണെന്നുള്ളത്. മിസ്സസ് രമ തുറന്നു പറയൂ. ഒരു ബിഗ് ബ്രദർ ആണെന്ന് കൺസിഡർ ചെയ്ത് തുറന്നു പറയൂ. ഇവിടെ ബിഗ് ബ്രദർ ഇവിടെ ഇപ്പുണ്ട്. ഓ ഐ എം സോറി. ഒരു ഗുഡ് ഫ്രണ്ടായിട്ട് കൺസിഡർ ചെയ്ത് പറയൂ, തുറന്നു പറയൂ. എന്ത് പറയാനാ ദിയേടച്ച, എന്റെ ജീവിതം മൊത്തം പ്രശ്നമാണ്. ഭർത്താവ് ഉള്ളതും ഇല്ലാത്തതും എല്ലാം കണക്കാ. ഈ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസിന് ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് പോലും ആ മനുഷ്യൻ വരുന്നില്ല. അപ്പൊ ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലേ? ഹെൽത്ത് ഇൻഷുറൻസ് പോയിട്ട് വീട്ടിൽ അരി വാങ്ങാനുള്ള പൈസ പോലും ആ മനുഷ്യൻ തരുന്നില്ല. പിന്നെ എന്തിനത് സഹിച്ചിരിക്കുന്നത്? വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞൂടെ? ആരോട്? എന്റെ അച്ഛനോടോ? 24 മണിക്കൂറും വെള്ളം അടിച്ചെടുക്കുന്ന അച്ഛനോടോ? ചങ്ങരണ്ണ ആ ചേട്ടനാ കൂട്ട് നിൽക്കുന്നത്. എല്ലാത്തിനും ചേട്ടനാ കൂട്ട് നിൽക്കുന്നത്. അറിയാ, ഞാൻ വിഷമം ഞാൻ ഇവിടെ പറഞ്ഞപ്പോ തീർന്നിട്ടില്ല. എനിക്ക് ഇനിയും പറയാൻ. എനിക്ക് ഇത്രയും പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലേ എനിക്കൊന്നും പറയണ്ടേ? എന്തോന്ന് ചേട്ടാ, ചേട്ടൻ എന്തോ എന്ന് ഞാൻ ഇത്ര നാളും കഷ്ടപ്പെടുന്നൊന്നും ചേട്ടൻ കാണുന്നില്ലേ? നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇനി ഞാൻ ഉണ്ടാവില്ല. അങ്ങനെയൊന്നും പറയരുത്. നമുക്കിതിനൊരു തീരുമാനം കണ്ടെത്തും. ഉറപ്പാണ്, നമ്മൾ എല്ലാവരും കൂടി കണ്ടെത്തും. ഞാനുണ്ടല്ലോ, ടെൻഷൻ ആക്കിണ്ട. പറയൂ, എന്തുണ്ടെങ്കിലും തുറന്നു പറയും. ഞാനുണ്ട് രമേ. ഇന്ന് ഉത്സവത്തിന് അന്ന് നമ്മളവിടെ രമ പറയട്ടെ. രമ പറയും. ആൻറ്റി ധൈര്യമായിട്ട് ആൻറ്റി പറ രമ. ദീടച്ച ഒന്നുമില്ല. ആൻറ്റി ആദ്യം ആ കരച്ചിലൊന്നും നിർത്തി ദേവി. ഇത് പാട്ട് കരയല്ലേ? രമാൻഡി, പറയാം, എന്താ കാര്യം പറയാം. ഒരു മിനിറ്റ് ചോദിക്കട്ടെ. അച്ഛാ, പിന്നെ പറയാച്ചാ ആദ്യം കരച്ചിലൊന്നും നിർത്തിക്കോട്ടെ അച്ഛാ. പിന്നെ ആരും ദിവസം കയറി വന്നോടി. ചേട്ടനൊരു ചേട്ടനാണോ ചേട്ടാ? അല്ല അനി അളിയേ. ദീടച്ച, എനിക്ക് ഇനി പ്രതീക്ഷ ദീടച്ചനാണ്. എന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരണം. പ്രശ്നമൊക്കെ തീർക്കാം. കരയണ്ട, പോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? പിള്ളേരൊക്കെ പറയണം ഞാൻ നിന്നെ എന്തോ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് തന്നെ. പിന്നെ നീ പറഞ്ഞാ ഞാൻ വിഷമിക്കാൻ പോയില്ലേ? പിന്നെ എന്തിനാ പെണ്ണുങ്ങളുടെ വിഷമം കേൾക്കാനുള്ള ഇതൊക്കെ ഉണ്ടല്ലോടെ. ആണുങ്ങളെ ഞാൻ എന്തെല്ലാം വിഷമങ്ങൾ പറഞ്ഞു? ആണുങ്ങളെ കണ്ണിലൊന്നും വഴിയില്ല ഇവിടെ. എടാ മണ്ട, നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എടാ ആണുങ്ങളെ കണ്ണീരൊന്നും ഒരു വഴിയിടാ. എല്ലാം മനസ്സിലാവാനേ കുറേ സമയം എടുക്കും. അത് ശരി. പിന്നെ ഒരു കാര്യം, നീ എപ്പോഴെപ്പോഴും വസ്തുവിൻ്റെ കാര്യം പറയാനുണ്ടല്ലോ. ആനും അണ്ണനും കൂടെ എല്ലാം അങ്ങ് എടുത്തെന്ന്. അവിടെ ഒന്നും എടുത്തിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. നിനക്ക് തരാണ്ടതല്ല, അവിടെ തന്നെ ഉണ്ട് കേട്ടാ. എനിക്ക് വസ്തു കിട്ടുന്നുണ്ട്, അതിലൊന്നും എനിക്ക് ഒരു വിഷമവും ഇല്ല. അത് ശരി, അതല്ല വിഷമം.
എന്നാ എന്താ വിഷമം എന്നൊന്ന് തുറന്ന് പറ ബാലു. ഓ, വിഷമം കേൾക്കാൻ വന്ന ഒരാള് അവിടെ വിഷമം കേൾക്കണുണ്ടല്ലോ, ചെന്ന് കേട്ടോട്. ഇല്ല, രമ്യയും ഒന്നും തുറന്നു പറയുന്നില്ല, ബാലു ഒന്നും തുറന്നു പറയുന്നില്ല. ആരെയും ഒന്ന് തുറന്നു പറ. ഞാൻ തുറന്ന് പറഞ്ഞപ്പോഴാണല്ലോ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തത്. അല്ല, ഞാൻ കേൾക്കാം. ബാലു തുറന്നു പറ. കേൾക്കണമെങ്കിൽ മൊത്തം ഒന്നും കേൾക്കണം, അല്ല അവിടെ കരച്ചിലേക്ക് മോടി അങ്ങോട്ട് പോകരുത്. ഇല്ല, നമ്മൾ മൊത്തം ഒന്ന് കേൾക്കാം. അത്രയ്ക്കുണ്ട് വിഷമം. പറയും ഉണ്ടാക്കി പറ. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ വിഷമമൊന്നുമില്ല. ഇല്ലേ? എന്നാ ഞാൻ ഉണ്ട്, മനസ്സിൽ കുറച്ച് വിഷമങ്ങൾ കിടപ്പുണ്ട്. ഓ, അത് ഞാൻ പറയാം. പറയും. ഞാനേ കുട്ടിക്കാലത്ത് ഒരുപാട് വികൃതികൾ കാണിക്കുവാൻ. എന്നെ തല്ലാൻ വേണ്ടി അച്ഛൻ വടിയെടുക്കുമ്പോൾ എൻ്റെ അമ്മ പറയും, അയ്യോ തല്ലല്ലേ, അവനെ തല്ലല്ലേ, അവൻ നന്നാവും, അവൻ നന്നാവും. 56 വയസ്സായി, ഇതുവരെ ഞാൻ നന്നായിട്ടില്ല. എൻ്റെ അമ്മയെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്കതാണ് വിഷമം. അത് വലിയ വിഷമമാണ്. ഒന്നാമത്തെ വിഷമം. പിന്നൊരു വിഷമം, എന്ത് തെറ്റ് കാണിച്ചാലും അടിക്കും, ശകാരിക്കും, തെറി പറയും, വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കും. എന്തൊക്കെ ക്രൂരത കാണിക്കുമെന്ന് എൻ്റെ അച്ഛൻ ഞാൻ നന്നാൻ വേണ്ടി. എനിക്ക് അന്നേ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, നെഞ്ചും വിരിച്ച് മതം തമ്മിൽ മുമ്പ് ചെന്ന് നിന്നിട്ട് നന്നായി അച്ഛാന്ന് പറയണമെന്ന്. അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ന് വരെ അത് നടന്നിട്ടില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ വിഷമം. പിന്നെ എൻ്റെ പിള്ളേർ ഇപ്പോഴും അവർ എന്നിൽ നിന്ന് എന്തൊക്കെയോ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കലുണ്ട്. എനിക്കറിഞ്ഞൂടാ അവരെന്ത് അത്ഭുതമാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എനിക്കറിഞ്ഞൂടാ. അത് ആലോചിച്ച് എനിക്ക് വയ്യ. അതാണ് എൻ്റെ ഏറ്റവും കൂടുതൽ വലിയ വിഷമം. ആ പ്രദേശം നമ്മളെന്നെ ഉപേക്ഷിച്ച്, ആ പ്രദേശം നമ്മളെന്നെ ഉപേക്ഷിച്ചെന്നു. അതാണ് എൻ്റെ വിഷമം. പിന്നെ എൻ്റെ നീലു 5 മക്കളുടെ തന്തയായിട്ട് ഒരു ഉത്തരവാദിത്വമില്ലാതെ ഞാൻ ഇങ്ങനെ പെരുമാറുമ്പോൾ എന്നെ അവളെ കൈ വെള്ളം വെച്ച് പൊന്നുപോലെയാണ് നോക്കണേ, സ്വന്തം മൂത്ത മോനെ നോക്കും പോലെ. ആലോചിച്ച് നോക്ക്, നന്നായ ഉത്തരവാദിത്വം ഉണ്ടാ? എനിക്ക് അവളെ പറ്റി ആലോചിക്കുമ്പോണ്ടല്ലോ ചങ്ക് പൊട്ടിപ്പോകുന്നു. നീലമ്മനി എപ്പോ തിരിച്ചറിവുണ്ടാവൻ? തിരിച്ചറിവ് വരുന്നില്ല. ഇന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവും. അതായിരിക്കും ഏറ്റവും കൂടുതൽ വിഷമം. ഇത്രയും വിഷമം താങ്ങുന്ന ഒരാളെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ എനിക്ക് വിഷമല്ലേ അങ്ങ് പറയാം? എന്തായാലും ഉണ്ടോ? ഇതൊക്കെ ആയിരുന്നടേ നിന്റെ വിഷമം? എൻ്റെ വിഷമം ഒരിക്കലും തിരികെ നോക്കണം. അതെ, നിങ്ങൾ ഈ അച്ഛനോടത്തുന്ന അമിതമായ പ്രതീക്ഷ ഉണ്ടല്ലോ, അതെനിക്ക് ഭാരമാണ്, വല്ലാത്ത ഭാരമാണ്. നിങ്ങളെ പ്രതീക്ഷയ്ക്കൊത്ത് വരാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ പ്രായത്തിനെ മാനിച്ചെങ്കിൽ നിങ്ങൾ ഇനി അമിതമായ പ്രതീക്ഷ എന്നിൽ വയ്ക്കരുത് പ്ലീസ്. എന്നെ വെറുതെ വിടും. ഞാൻ പറയുന്നത് മനസ്സിലാവണ്ട? ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവണ്ട. എടാ, അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. അമ്മ